ഹലോ ഗൈസ്, വെൽക്കം ടു ടർബോ ടോക്സ്. ഇന്ന് നമുക്ക് വർക്കിന് വന്നേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് താറാണ്. നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ്. മാക്സ് ലിങ്ക് എന്ന ബ്രാൻഡിന്റെ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 4GB 64GB വരുന്ന ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ 360° ക്യാമറ, ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ക്വാഡ് കോർ പ്രോസസ്സറാണ്. ഈ ആൻഡ്രോയിഡ് സ്ക്രീനിൽ ഒരു ഇൻബിൽട്ട് ഫാൻ വരുന്നുണ്ട്, ഒരു കൂളിംഗ് ഫാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമുക്ക് ഈ ആൻഡ്രോയിഡ് സ്ക്രീനിൽ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു DSP സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. DSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സൗണ്ട് പ്രോസസ്സിംഗ്. ഒരു നോർമൽ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരു അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ഒരു ഫംഗ്ഷനാണ് DSP എന്ന് പറയുന്നത്. പിന്നെ ഒരു 4GB സിം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ മെറ്റൽ ബോഡിയാണ് ഇതിൽ വരുന്നത്. DVR സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്, അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് എന്നൊരു ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ 360° ക്യാമറ ആഡ് ചെയ്യുമ്പോഴും അതുപോലെ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ ആഡ് ചെയ്യുമ്പോഴും നമുക്കിതിൽ ഒരു DVR ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്, അതായത് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയുടെ ബാക്കി വർക്കിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എവരിബഡി സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ താറിൻ്റെ OE സ്ക്രീൻ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫൈബർ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ OE ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. താറിൻ്റെ OE വരുന്നത് ഒരു 7" സ്ക്രീനാണ്. അതിൻ്റെ കപ്ലർ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സ് ലിങ്കിൻ്റെ 11.8 ഇഞ്ച് വരുന്ന ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണിത്. മാക്സ് ലിങ്കിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ ഒരു 4G സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ലോട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് വരുന്നത് ഗ്ലോ ബോക്സിലാണ്. മഹീന്ദ്രയുടെ വണ്ടികളിൽ നമ്മൾ ഒരു സ്റ്റീരിയോ മാറ്റുമ്പോൾ നമ്മൾ ക്യാൻബസ് എന്ന യൂണിറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ക്യാൻബസ് എന്ന യൂണിറ്റ്. ഈ ക്യാൻബസ് യൂണിറ്റ് വെച്ചിട്ടാണ് ഈ വണ്ടിയുടെ ഡോർ ക്ലോസിങ്, ഓപ്പണിംഗ് ഫംഗ്ഷൻ, അതുപോലെ AC ഫംഗ്ഷൻ ചെയ്യുന്നത് ക്യാൻബസ് വഴിയാണ്. ഈ ക്യാൻബസ് ആയാലും ബാക്കി ഏത് വയറിംഗ് യൂണിറ്റ് ആയാലും എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മൾ പല ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫംഗ്ഷൻ ചെയ്യുന്നത് ക്യാൻബസ് വഴിയാണ്. ഈ ക്യാൻബസ് ആയാലും ബാക്കി ഏത് വയറിംഗ് യൂണിറ്റ് ആയാലും എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മളിതിൽ ഒരു തരത്തിലുള്ള വയർ കട്ടിങ് പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഡോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഫംഗ്ഷൻ ഈ സ്റ്റീരിയോയിൽ കാണിക്കുന്നത്. സ്റ്റീരിയോയും ക്യാമറയുടെയും ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്ക് ക്യാമറയുടെയും വിഷ്വൽ. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കസ്റ്റമർ ചേട്ടന് ഓണമായിട്ട് നമ്മളൊരു വാക്യൂം ക്ലീനർ ഗിഫ്റ്റ് കൊടുക്കുക.